നല്ല പൂ പോലെ ഇരിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക ഇലയടയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 15 വരിക്ക ചക്കയാണ്, അത് ചെറുതായി കട്ട് ചെയ്തത്. 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി, 1/4 കപ്പ് ശർക്കര, ആവശ്യത്തിന് ഏലക്കാപ്പൊടി, 2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായാൽ മാത്രം മതി. ഇനി ആ മാവിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്ക് കുറേശ്ശെ ചേർത്ത് ഒന്ന് നമുക്കിത് ഒരു ദോശമാവിൻ്റെ അത്രയും വേണ്ട, ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള ഇതിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു ചെറിയ തിക്കായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ശർക്കരപ്പൊടി ചേർക്കാം, തേങ്ങ ചേർക്കാം. ഇനി അതിലേക്ക് വരിക്ക ചക്കയാണ്, അത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് വിളയിച്ചെടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇതൊന്ന് വിളയിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില എടുത്ത് നമ്മൾ ദോശയൊക്കെ പരത്തുന്നത് പോലെ തീരെ കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് ആ ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു സൈഡിൽ വെച്ച് അതൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇല മടക്കി, ഒത്തിരി ഇത് അമർത്തണ്ട, ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മാത്രം മതി. അങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അപ്പച്ചെമ്പ് വെച്ച് വെള്ളം വെച്ച് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഇലയട അതെല്ലാം നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.